അമേരിക്ക ഇറാൻ സംഘർഷം വീണ്ടും അതീവ ഗുരുതരമായ ഘട്ടത്തിലേക്ക്. നയതന്ത്ര ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയിലും യുദ്ധസാധ്യത തള്ളിക്കളയാതെ തന്നെ കടുത്ത മുന്നറിയിപ്പുമായി ഇറാന്റെ മുതിർന്ന സൈനിക നേതൃത്വം രംഗത്ത്. നാലാമത്തെ യുദ്ധത്തിനായി തന്നെ തങ്ങളുടെ വിരലുകൾ ട്രിഗറുകളിലാണ് എന്നതാണ് അദ്ദേഹം മുന്നറിയിപ്പായി തന്നെ തുറന്നടിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്നത്. ഇറാന്റെ മുൻ IRGC കമാൻഡറും നിലവിലെ മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥനുമായ മൊഹസെൻ റസി നൽകിയതാണ് ഈ വിവരങ്ങൾ. ടെഹ്റാനിൽ നടന്ന പൊതുപരിപാടിയിൽ സംസാരിക്കവെയായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം. യുദ്ധഭീഷണി, അതുപോലെ തന്നെ യുദ്ധ നിരീക്ഷണ പ്ലാറ്റ്ഫോമായ ക്ലാഷ് റിപ്പോർട്ട് പുറത്തുവിട്ട ഒരു വീഡിയോയിലൂടെയാണ് ഈ പ്രതികരണം പുറത്തു വന്നിരിക്കുന്നത്. അതേസമയം രാജ്യം യുദ്ധത്തിനായി പൂർണ്ണ സജ്ജമാണ് എന്ന സൂചന നൽകിയതിനോടൊപ്പം തന്നെ നയതന്ത്ര ചർച്ചകൾ ഇപ്പോഴും തുടരുകയാണ് എന്നും അദ്ദേഹം വ്യക്തമാക്കി. അമേരിക്കയുമായുള്ള ചർച്ചകൾ നടക്കുമ്പോൾ ആവശ്യമെങ്കിൽ ശക്തമായ സൈനിക മറുപടി ഇവിടെ നൽകാൻ ഇറാൻ തയ്യാറെടുക്കുകയാണ് എന്നതാണ് രാഷ്ട്രീയ സൈനിക സന്ദേശമായി തന്നെ ഇതിലൂടെ നൽകുന്നത്. പശ്ചിമേഷ്യയിൽ ഇതിനോടകം തന്നെ അതീവ സംഘർഷ അവസ്ഥയാണ് നിലനിൽക്കുന്നത്. അമേരിക്കയുടെ സൈനിക സമ്മർദ്ദം, ഇറാന്റെ ആണവ പദ്ധതി, ഹോർമൂസ് കടലിടുക്കിലെ സുരക്ഷാ ആശങ്കകൾ എന്നിവയെ തുടർന്നുകൊണ്ട് സ്ഥിതി കൂടുതൽ സങ്കീർണമാവുകയാണ്. ഇറാന്റെ ഈ പുതിയ മുന്നറിയിപ്പ് അന്താരാഷ്ട്ര തലത്തിൽ പോലും വലിയ ആശങ്കകൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് അമേരിക്ക ഇറാൻ ചർച്ചകൾ നിർണായക ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്ന സമയത്താണ് ഇത്തരമൊരു പരാമർശം പുറത്തു വരുന്നത്. യുദ്ധമുണ്ടായാൽ അതിന്റെ പ്രതിഫലനം പശ്ചിമേഷ്യ മാത്രമായിരിക്കില്ല, ആഗോള എണ്ണ വിപണിയെയും ലോക സാമ്പത്തിക ഭദ്രതയെ പോലും ശക്തമായി തന്നെ ബാധിക്കുമെന്നതാണ് അന്താരാഷ്ട്ര നിരീക്ഷകരടക്കം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇറാൻ വീണ്ടും ട്രിഗറിലേക്ക് വിരൽ നീട്ടിയ സാഹചര്യത്തിൽ പശ്ചിമേഷ്യയിൽ രാഷ്ട്രീയത്തിൽ അടുത്ത മണിക്കൂറിൽ അതീവ നിർണായകമായ സാഹചര്യങ്ങൾ വിലയിരുത്തപ്പെടുമെന്നാണ് പറയപ്പെടുന്നത്. അതേസമയം തന്നെ ഇറാനിയൻ ജനതയുടെ അവകാശങ്ങൾ കൃത്യമായി തന്നെ പുനർസ്ഥാപിക്കുന്നതിനായി തങ്ങളുടെ ഉദ്യോഗസ്ഥർ ചർച്ചകൾ നടത്തുന്നുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. ഇറാന്റെ ചരിത്രത്തിലെ നിർണായകമായ ഒരു ഘട്ടമായി ഇതെന്നും കഴിഞ്ഞ 47 വർഷത്തെ ചരിത്രം അത് വരുമ്പോൾ തലമുറയ്ക്ക് സുരക്ഷ ഉറപ്പാക്കുന്ന രീതിയിൽ ഒരു അന്തിമ ഘട്ടത്തിലേക്ക് ഈ ഒരു യുദ്ധം എത്തിച്ചേരുമെന്നതാണ് ഇദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ആണവ ചർച്ചയിൽ ഇടനിലക്കാർ മുഖേന തന്നെ പരിശോധിക്കുകയാണ്. നിലവിൽ കരാറുകളൊന്നും തന്നെ അന്തിമമായിട്ടില്ല എന്നും ചർച്ചകളെക്കുറിച്ച് ആശങ്കപ്പെടുന്നവരുടെ വാക്കുകൾ അവഗണിക്കപ്പെടുന്നുവെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യലിലൂടെ കുറിച്ചിരുന്നു. അതിനെല്ലാം പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു വാർത്ത പുറത്തു വന്നിരിക്കുന്നത്. നയതന്ത്രജ്ഞർ കരാറിനായി തന്നെ ശ്രമിക്കുമ്പോഴും ഇറാന്റെ സൈനിക വിഭാഗത്തിൽ നിന്നുള്ള കടുത്ത നിലപാടുകളാണ് ഇത്തരത്തിൽ വാക്കുകളിലൂടെ തന്നെ, അതായത് റസയെ പോലുള്ള ആൾക്കാരുടെ വാക്കുകളിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നത്. നിലവിലുള്ള സംഘർഷങ്ങൾക്കിടയിൽ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ആക്രമണങ്ങളിൽ ഇറാന് തങ്ങളുടെ മുതിർന്ന നേതാക്കളെയും സൈനിക അടിസ്ഥാന സൗകര്യങ്ങളെയും നഷ്ടപ്പെടുകയാണ് ചെയ്തത്. ഇത് നിലവിലെ ചർച്ചാ അന്തരീക്ഷത്തെ കൂടുതൽ സങ്കീർണമാക്കുന്നതായും പറയപ്പെടുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.